നന്ദിയില്ലായ്മയും അതിൻ്റെ ദോഷഫലങ്ങളും എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമുക്ക് ഇന്ന് ചിന്തിക്കാം. ഇൻഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസസ്. എന്താണ് നന്ദിയുള്ള ഹൃദയം അഥവാ കൃതജ്ഞതാ മനോഭാവം എന്താണ് എന്ന് ആദ്യം നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കുകയുണ്ടായി. വാട്ട് ഈസ് താങ്ക്ഫുൾനെസ്? നന്ദിയുള്ള ഒരു മനോഭാവം എന്നുള്ളത് ഹൃദയത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡാണ്, ഒരു മനോഭാവമാണ്. ഇറ്റ്സ് എൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ഹാർട്ട്. ദൈവത്തോടും മറ്റ് മനുഷ്യരോടും നന്ദിയുള്ളവരായിരിക്കുക, അത് ഹൃദയത്തിൻ്റെ ഒരു മനോഭാവമാണ്. ഈ രണ്ട് കൂട്ടരോടാണ് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാൻ കഴിയുന്നത്. നാം നമ്മുടെ ജീവിതത്തെ പരിശോധിച്ചാൽ കഴിഞ്ഞ കാലങ്ങളിൽ നാം ഒക്കെയും ദൈവത്തിൽ നിന്ന് ഒപ്പം മറ്റു മനുഷ്യരിൽ നിന്നും വളരെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചിട്ടുള്ളവരാണ്, നന്മകൾ ലഭിച്ചിട്ടുള്ളവരും ആസ്വദിച്ചിട്ടുള്ളവരുമാണ്. വി ആർ ഓൾ ഗ്രേറ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹെൽപ്ഡ് ബൈ അതേഴ്സ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നാം ജീവിച്ചിരിക്കുന്നത്, നമുക്ക് എഴുന്നേറ്റ് നടക്കുവാനും സഞ്ചരിക്കുവാനും ഒക്കെ സാധിക്കുന്നത് ദൈവത്തിൻ്റെ വലിയ കരുണയും കൃപയും ഉള്ളതുകൊണ്ടാണ് എന്ന് വൈകിട്ട് നമുക്ക് ഓർക്കാം. 103-ാം സങ്കീർത്തനം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക. Psalm 103 verses 1 to 5 നമുക്ക് പരിചയമുണ്ടല്ലോ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവിടുത്തെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. പിന്നീട് ദൈവത്തിൻ്റെ നന്മകളെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചും ഇവിടെ ഏതാണ്ട് 6 കാര്യങ്ങൾ പറയുന്നു. നമുക്കതറിയാം. അവൻ നിൻ്റെ അകൃത്യങ്ങളെ മോചിക്കുന്നു, അവിടുന്ന് നിനക്ക് സൗഖ്യം നൽകുന്നു, അവിടുന്ന് നിന്നെ വീണ്ടെടുക്കുന്നവനാണ്, ദയയും കരുണയും കൊണ്ട് നിന്നെ അണിയിക്കുന്നവനാണ്, നിനക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. കുറഞ്ഞ പക്ഷം 6 അനുഗ്രഹങ്ങൾ അഥവാ നന്മകൾ ദൈവത്തിൽ നിന്ന് ലഭിച്ചത് ഇവിടെ സങ്കീർത്തനക്കാരൻ വിവരിക്കുന്നുണ്ട്. ഈ സങ്കീർത്തനക്കാരൻ ദൈവത്തോട് നന്ദിയുള്ളവനായിരുന്നു. അതെ, അവിടുത്തെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക, ബ്ലസ് ഹിസ് ഹോളി നെയിം. ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുക, അവന് മഹത്വം ആരാധന അർപ്പിക്കുക എന്നുള്ളത് നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ ഈ ഒരു ചോദ്യം പ്രസക്തമാണ്. ആർ വി താങ്ക്ഫുൾ? നാം ദൈവത്തോട് പ്രാഥമികമായിട്ടും പിന്നെ നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരോടും എപ്പോഴും നന്ദിയുള്ളവരാണോ എന്ന് ഇന്ന് നമുക്ക് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അതാണ് ഇന്നത്തെ വിഷയം. ഒരു ദൃഷ്ടാന്തം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ. അത് ശമരിയക്കാരനായ ഒരു കുഷ്ഠരോഗിയെക്കുറിച്ചാണ്. നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ അത് വായിക്കാൻ കഴിയും. ലൂക്കോസ് 17-ാം അധ്യായം 15 മുതൽ 18 വരെ ഞാനിവിടെ വായിക്കാം. ലൂക്ക് 17 verses 15 onwards. 10 കുഷ്ഠരോഗികൾ യേശുവിൻ്റെ അടുത്ത് വന്ന് ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിച്ചു. കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി പുരോഹിതനെ കാണിക്കുവീൻ. നിങ്ങൾ പോകുവീൻ. പോകുന്ന വഴിയിൽ തന്നെ അവർ സൗഖ്യമുള്ളവരായി. 15-ാം വചനം. അവരിൽ ഒരുവൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ടിട്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്നു. അവൻ്റെ കാൽക്കൽ കവിണ്ണു വീണ് അവന് നന്ദി പറഞ്ഞു. അവനോ ശമരിയക്കാരനായിരുന്നു. 10 പേർ ശുദ്ധരായി തീർന്നില്ലയോ? 9 പേർ എവിടെ? ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ എന്ന് യേശു പറഞ്ഞു. യേശു പ്രതീക്ഷിച്ചത് ഈ 10 പേരും നന്ദിയുള്ളവരായിരിക്കണം എന്നായിരുന്നു. എന്നാൽ അവർ 9 പേരും നന്ദിയില്ലാതെ തങ്ങൾക്ക് അനുഗ്രഹം ലഭിച്ചു, തങ്ങളുടെ വഴിക്ക് അതും കൊണ്ടങ്ങ് പോയി. പക്ഷെ ഒരുവൻ നന്ദിയുള്ളവനായി മടങ്ങി വന്നു. അതിൻ്റെ ക്രമം നോക്കിയാൽ 1:9, 1:9 എന്ന് കാണാൻ സാധിക്കും. 10 പേരിൽ ഒരാൾ നന്ദിയുള്ളവനും 9 പേർ നന്ദിയില്ലാത്തവരും ആയിരുന്നു. ഇവിടെ നന്ദിയുള്ള മനുഷ്യൻ ഒരു പുറജാതിക്കാരനായിരുന്നു, അഥവാ അവൻ ഒരു യഹൂദനായിരുന്നില്ല, അവനൊരു ക്രിസ്ത്യാനി ആയിരുന്നില്ല, അവൻ ശമരിയക്കാരനായിരുന്നു. ശമരിയക്കാരെ കുറിച്ച് യഹൂദന്മാർ വിചാരിക്കുന്നത് അവർ പുറജാതിക്കാരാണ്, തങ്ങളിൽ നിന്ന് വേർപെട്ടു പോയവരാണ്, അവർ അന്യമതസ്ഥരാണ്, അവർ വിഗ്രഹാരാധികളാണ് എന്ന് കരുതിക്കൊണ്ട് അവരെ തള്ളിക്കളയുന്ന ഒരു വിഭാഗമാണ് ശമരിയക്കാർ. നമ്മുടെ ചുറ്റും നോക്കിയാലും അനേകം ദൈവമക്കളും നന്ദിയില്ലാത്തവർ ആയിരിക്കുന്നു. ദൈവത്തോടും മനുഷ്യരോടും അവർക്ക് നന്ദിയില്ല.
ആ ഒരു മനോഭാവമില്ല. അവർ ഹൃദയത്തെ കഠിനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ചുറ്റുമുള്ള സാധാരണ മനുഷ്യരെ നോക്കിയാൽ അവരൊക്കെ എത്ര നന്ദിയുള്ളവരാണ് എന്നും നമുക്ക് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ കാണാൻ സാധിക്കും. എല്ലാ ക്രിസ്ത്യാനികളും അങ്ങനെയാണ് എന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ പൊതുവെ ദൈവമക്കൾ അവർക്ക് ഈ നന്ദിയുള്ള കൃതജ്ഞതയുടെ മനോഭാവം കുറവായിരിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും. ഇന്ന് ഈ വചനങ്ങളെ കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിച്ചുകൊണ്ടിരിക്കണമേ. നാം നന്ദിയുള്ളവരാണോ? മറ്റുള്ളവരോട് അവർ നമുക്ക് മുൻകാലങ്ങളിൽ ചെയ്ത നന്മകളും അനുഗ്രഹങ്ങളും ഉപകാരങ്ങളും ഒക്കെ ഓർത്ത് നന്ദി പറയുന്നവരാണോ? അതോ ആ മനുഷ്യരെ നാം വിലയിരുത്തി വിധിച്ച് അവരിങ്ങനെ കുഴപ്പമുള്ളവരാണ്, എനിക്ക് അവരോട് ഇഷ്ടമില്ല എന്ന് പറഞ്ഞവരെ തള്ളിപ്പറയുകയും തള്ളിക്കളയുകയും ചെയ്യുന്നവരാണോ? എങ്കിൽ നാം നന്ദിയുള്ളവർ അല്ല എന്ന അർത്ഥം. എന്താണ് ഇതിൻ്റെ പ്രാധാന്യം? ഒരു താങ്ക്ഫുൾ ഹാർട്ട്, നന്ദിയുള്ള ഹൃദയം അഥവാ കൃതജ്ഞതാ മനോഭാവത്തിൻ്റെ പ്രാധാന്യം എന്താണ്? അതിനെക്കുറിച്ച് ചുരുക്കമായിട്ട് ഞാൻ പറയാം. ഓരോ ദൈവമക്കളെയും കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം അതാണ്. അതായത് എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തിന് നന്ദി അർപ്പിക്കുക, ദൈവത്തോട് നന്ദി പറയുക, അതുപോലെ മനുഷ്യർക്ക് വേണ്ടിയും നന്ദി പറയുക. അങ്ങനെയാണ് തിരുവെഴുത്തിൽ നാം അനേക വാക്യങ്ങളിൽ വായിക്കുന്നത്. എല്ലാറ്റിനു വേണ്ടിയും എപ്പോഴും, എല്ലാവർക്കും വേണ്ടി എപ്പോഴും സ്തോത്രം ചെയ്ത് കൊണ്ടിരിക്കുവിൻ. അത് ശരിക്കും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുവിൻ എന്നാണ്. ബി താങ്ക്ഫുൾ എന്നാണ് അവിടെയൊക്കെ നാം വായിക്കുന്നത്. നന്ദിയുള്ള ഉള്ളവരായിരിക്കുവിൻ. പ്രാഥമികമായി ദൈവത്തോടും പിന്നെ സകല മനുഷ്യരോടും നാം നന്ദിയുള്ളവരായിരിക്കണം എല്ലാ സാഹചര്യങ്ങളിലും. പ്രിയപ്പെട്ടവരെ, അത് താഴ്മയുടെ ഒരു അടയാളമാണ്. മറ്റുള്ളവരോട് നന്ദിയുള്ള ഹൃദയം നിലനിർത്തുക എന്ന് പറയുന്നത് ഒരു എളിമയുടെ മനോഭാവമാണ്. മാത്രമല്ല, അത് ദൈവമായിട്ടുള്ള അടുത്ത ഒരു ബന്ധത്തിൻ്റെ അടയാളമാണ് എന്ന് പറയാൻ സാധിക്കും. ദൈവത്തോടുള്ള അടുത്തൊരു ബന്ധമുള്ളവർക്കാണ് കൂടുതൽ നന്ദിയുള്ള ഹൃദയം പ്രകടിപ്പിക്കുവാൻ സാധിക്കുന്നത്. നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് പരിശോധിക്കാം. നമ്മുടെ ജീവിതങ്ങൾ എങ്ങനെയിരിക്കുന്നു? തിരുവെഴുത്തിൽ നിന്നും ചില വചനങ്ങൾ ഇത് സംബന്ധിച്ച് നന്ദിയുള്ളവർ ആയിരിക്കുക എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വായിക്കാം. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 16 മുതൽ 18 വരെ വായിക്കാം. 1 Thessalonians chapter 5 verses 16 onwards. എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവീൻ, എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവ ഇഷ്ടം. 18-ാം വാക്യം, ഇൻ എവറിഥിങ് ഗിവ് താങ്ക്സ്. സ്തോത്രം ചെയ്യുവീൻ എന്നുള്ളത് അത് ശരിയായ തർജ്ജമയല്ല. നന്ദിയുള്ളവരായിരിക്കുവീൻ, നന്ദി അർപ്പിക്കുവീൻ എന്നാണ് ശരിയായി പറയേണ്ടത്. എല്ലാറ്റിനു വേണ്ടി നന്ദി അർപ്പിക്കുവീൻ, കൃതജ്ഞതയുള്ളവരായിരിക്കുവീൻ. ബി താങ്ക്ഫുൾ. ഇൻ എവറിഥിങ് ഗിവ് താങ്ക്സ്, ഫോർ ദിസ് ഈസ് ദ വിൽ ഓഫ് ഗോഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ് ഫോർ യു. ഇനി എഫേസ്യർ 5-ാം അധ്യായം 18, 19, 20 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എഫീഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സസ് 18 ഓൺവേർഡ്സ്. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തും കൊണ്ടിരിക്കുകയും. ആ വാക്യം ഇംഗ്ലീഷിൽ വായിക്കാം. ഗിവിംഗ് താങ്ക്സ് ഓൾവേസ് ഫോർ ഓൾ തിങ്സ് ഇൻ ദ നെയിം ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. പ്രൈസ് ദ ലോർഡ്. ഇതാണ് ദൈവ ഇഷ്ടം. ദൈവത്തിന് മാത്രമല്ല, മനുഷ്യർക്കും സാഹചര്യങ്ങൾക്കും നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ആളുകളെ സംബന്ധിച്ചും നമുക്കൊരു നന്ദിയുള്ള ഹൃദയം ആവശ്യമാണ്. ഗിവിംഗ് താങ്ക്സ് ഓൾവേസ്, എപ്പോഴും ഏത് സാഹചര്യത്തിലും നന്ദി പറയാൻ നമുക്ക് ആ ഒരു മനസ്സ് ഉണ്ടായിരിക്കണം. സ്തോത്രം ചെയ്യണം, നന്ദി പറയണം, ഇതൊക്കെ ചേർന്ന് പോകുന്ന കാര്യങ്ങളാണ്. എങ്കിലും നന്ദിയുള്ള ഒരു മനോഭാവം, എ താങ്ക്ഫുൾ ഹാർട്ട് ഈസ് ഡിഫറൻറ്റ്. അതെ. ഇനിയും 106-ാം സങ്കീർത്തനം എടുക്കാം. 106-ാം സങ്കീർത്തനം 1-ാം വാക്യം നോക്കുക. യഹോവയെ സ്തുതിക്കുവീൻ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനാണല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഓ ഗിവ് താങ്ക്സ് ടു ദ ലോർഡ് ഫോർ ഹീ ഈസ് ഗുഡ്. അവിടെയും കർത്താവിന് നന്ദി പറയുവീൻ, അവിടുന്ന് നടത്തിയ വഴികളെക്കുറിച്ച് ഓർത്ത് നന്ദി അർപ്പിക്കുവീൻ. ഇത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഇത് കാണാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ, നന്ദിയുള്ളൊരു ഹൃദയം, നാം അതിലേക്കാണ് ഇന്ന് രാത്രി വിരൽ ചൂണ്ടുന്നത്. അത് 1-ാം ഭാഗമാണ്. നന്ദിയില്ലായ്മയെക്കുറിച്ചാണ് ഇനിയും പറയാൻ പോകുന്നത്. എന്നാൽ നന്ദിയുള്ള ഹൃദയത്തെക്കുറിച്ച് പറഞ്ഞാൽ അത് ദൈവത്തിന് പ്രസാദകരമായ ഒരു കാര്യമാണ്.
ഇറ്റ് ഈസ് വെൽ പ്ലീസിങ് ടു ദ ലോഡ് എ താങ്ക്ഫുൾ ഹാർട്ട്. ഈ നന്ദിയുള്ള ഹൃദയം ഒരുവനുണ്ടെങ്കിൽ അവൻ ആഴമായ ആരാധനയുടെ അനുഭവത്തിലേക്ക് നടത്തപ്പെടും. വരുന്ന കാലങ്ങളിൽ കർത്താവിനെ കൂടുതൽ അറിഞ്ഞ് അവിടുത്തെ മഹത്വപ്പെടുത്തി അവന് ആരാധന കൊടുക്കുന്നവരായി നാം തീരണമെങ്കിൽ നന്ദിയുള്ള ഹൃദയത്തിൽ നാം വളർന്നു വരണം. ലെറ്റ് us ഗ്രോ ഇൻ അവർ താങ്ക്ഫുൾനെസ്. നന്ദിയുള്ള ഹൃദയം അത് വളർത്തിക്കൊണ്ടുവരുവാൻ നാം മനസ്സ് വെക്കണം. മറ്റു മനുഷ്യരോട് നമുക്ക് നന്ദിയുണ്ടോ? അത് ഹൃദയത്തിൽ അത് നിറഞ്ഞിരിക്കുന്നുണ്ടോ? നന്ദിയുള്ള ഹൃദയം എന്ന് വെച്ചാൽ അത് നമുക്ക് സന്തോഷകരമായ ആനന്ദമുള്ള ഒരു ജീവിതം, ഫുൾഫിൽമെൻ്റ് ഉള്ള ഒരു തികവുള്ള സമ്പൂർണതയുള്ള ഒരു നല്ല ജീവിതത്തിലേക്ക് നമ്മെ നടത്തുന്ന ഒരു കാര്യമാണ് നന്ദിയുള്ള ഹൃദയം. വിശേഷാൽ സഭയിലെ നമ്മളെ നടത്തുന്ന അല്ലെങ്കിൽ ദൈവദാസന്മാരെക്കുറിച്ച്, സഭയിലെ നേതൃത്വം വഹിക്കുന്നവരെക്കുറിച്ച് 2 വചനങ്ങൾ ഞാൻ വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. നമുക്ക് സഭയിൽ നമ്മുടെ നേതാക്കളെ സംബന്ധിച്ച്, നമ്മെ നയിക്കുന്നവരെ, മുമ്പിൽ നിൽക്കുന്നവരെ സംബന്ധിച്ച് ഒരു നന്ദിയുള്ള ഹൃദയം നാം നിലനിർത്തേണ്ടത് ആവശ്യമാണ്. 1 തിമോത്തിയോസ് 5-ാം അധ്യായം 17-ാം വാക്യം നോക്കുക. 1 തിമോത്തി ചാപ്റ്റർ 5 വേഴ്സ് 17. നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ, പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണുക. Let the elders who rule well be counted worthy of double honor, those who labor in word and in teaching. നമ്മെ നയിക്കുന്ന ദൈവദാസന്മാരോട് നമുക്ക് നന്ദിയുണ്ടോ? അതോ അവരുടെ ജീവിതത്തിലെ ചെറിയ കുറവുകളെ എടുത്ത് പൊലിപ്പിച്ച് ചിന്തിച്ച് അത് വലുതാക്കി നാം അവരെ എപ്പോഴും നെഗറ്റീവായി, മോശമായി കാണുന്നവരാണോ? നമ്മെ നയിക്കുന്നവരെക്കുറിച്ച് നമുക്ക് നന്ദിയുള്ള ഹൃദയം വേണം. അവരെ ബഹുമാനിക്കണം, ആദരിക്കണം, അവരോട് സ്നേഹത്തോടെ ആദരവോടെ സംസാരിക്കണം എന്ന് തിരുവെഴുത്ത് പറയുന്നു. വീണ്ടും 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 12-ഉം 13-ഉം വാക്യങ്ങൾ നോക്കുക. 1 Thessalonians chapter 5 verses 12 and 13. സഹോദരങ്ങളെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങളെ വഴി നടത്തുന്ന, നിങ്ങളെ വചനം പഠിപ്പിക്കുന്നവരെക്കുറിച്ച് നിങ്ങൾക്കൊരു നന്ദിയുള്ള ഹൃദയം വേണം. ഈ കാര്യം മനസ്സിലിരിക്കട്ടെ. നാം വളരെ വേഗം മറ്റുള്ളവരെ വിധിക്കുകയും കമൻറ്റ് പറയുകയും ദൈവദാസന്മാരുടെ, സഭയിലെ നിങ്ങളെ നയിക്കുന്നവരുടെ പെട്ടെന്ന് കുറവശങ്ങൾ കണ്ടെത്തിയത് ചൂണ്ടിക്കാണിച്ച് ഉച്ചത്തിൽ സംസാരിക്കുന്നവരായി നാം തീരരുത്. നന്ദിയുള്ള ഹൃദയം ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ നമുക്ക് ആദരിക്കുവാൻ, നന്ദി അർപ്പിക്കുവാൻ, ബഹുമാനിക്കുവാൻ ഒരു പ്രയാസവും ഉണ്ടാകുകയില്ല. ഇനി 2-ാം ഭാഗം ഞാൻ പറയാൻ പോകുന്നത് നന്ദിയില്ലായ്മ, അതിൻ്റെ ദോഷഫലങ്ങൾ, അതിനെക്കുറിച്ചാണ്. ഇതും നാം ചേർത്ത് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നന്ദിയില്ലായ്മ എന്നുള്ളത് ഹൃദയത്തിൻ്റെ ഒരു മനോഭാവമാണ്. മറ്റുള്ളവർ നമുക്ക് നൽകിയ നന്മകളെ, അവർ നമുക്ക് സഹായങ്ങൾ ചെയ്തതിനെ, നമ്മളോട് സഹകരിച്ചതിനെ പെട്ടെന്ന് മറന്നു പോവുകയും അവരിലുള്ള ചെറിയ ന്യൂനതകളെ ഒക്കെ കണ്ട് അവരോട് നാം എതിർത്ത് നിൽക്കുകയും ചെയ്യുന്ന ഒരു മനസ്ഥിതിയാണെങ്കിൽ അതിനെ പാപം എന്ന് വിളിക്കാൻ സാധിക്കും. ഇറ്റ് ഈസ് എ സിൻ ടു ബി അൺതാങ്ക്ഫുൾ. റോമാലേഖനം 1-ാം അധ്യായം 21-ഉം 22-ഉം വാക്യങ്ങൾ നോക്കുക. റോമൻസ് ചാപ്റ്റർ 1 വേഴ്സസ് 21-22. പൊതുവെ മനുഷ്യജാതിയെക്കുറിച്ച് ആണ് പൗലോസ് അപ്പോസ്തലൻ ഈ ഭാഗത്ത് പറയുന്നത്. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. ഇവിടെ നാം അവരെക്കുറിച്ച് പറയുന്നു, ദൈവത്തെ ദൈവമെന്ന് ഓർക്കുകയോ മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്തില്ല. They were unthankful. They were unthankful to God. ദൈവത്തോട് നന്ദിയില്ലാത്തവർ ആയിരുന്നു. They did not give thanks to God. അത് ലോകത്തിലുള്ള പൊതുവെ മനുഷ്യജാതിയെക്കുറിച്ച് പൊതുവെ പറയുന്ന കാര്യങ്ങളാണ്. ദൈവത്തിൻ്റെ നന്മകളും അവിടുന്ന് നൽകിയ ശ്വാസവും ജീവനും ആരോഗ്യവും ജീവിക്കാനുള്ള മാർഗങ്ങളും ഒക്കെ അതെല്ലാം നാം മറന്നുപോയിട്ട് ദൈവത്തോട് നന്ദി കാണിക്കാതെ ദൈവത്തിനെതിരായിട്ട് സംസാരിക്കുന്ന ആളുകളുണ്ട്. അതിന് താഴോട്ടുള്ള വാക്യങ്ങൾ നാം വായിച്ചാൽ ഈ നന്ദിയില്ലായ്മയിൽ ലോക ജനത തുടരുമ്പോൾ, ദൈവത്തോട് എതിർത്ത് നിൽക്കുമ്പോൾ ദൈവം അവരെ അപമാന രാഗങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. They were left over to a reprobate mind. അധപ്പതിച്ച അധമമായ മോശമായ ചിന്താഗതികളിലേക്ക്, സ്വർഗ ജീവിതത്തിലേക്ക്
അതുപോലെ പലതരത്തിലുള്ള വ്യഭിചാര സംബന്ധമായ ലൈംഗിക പാപങ്ങളിലേക്കും കൊലപാതകത്തിലേക്കും ദുഷ്ടതയിലേക്കും ഒക്കെ താണിറങ്ങി പോകത്തക്കവണ്ണം, അതിലേക്ക് അധപ്പതിച്ചു പോകത്തക്കവണ്ണം ദൈവം അവരെ കൈവിട്ട് കളഞ്ഞു എന്ന് അവരെക്കുറിച്ച് നമുക്ക് വായിക്കാൻ സാധിക്കും. ഇത് വളരെ ഗൗരവമായൊരു വിഷയമാണ് പ്രിയപ്പെട്ടവരെ. ദൈവത്തോട് നന്ദിയില്ലാത്തവരായി ഇരിക്കുമ്പോൾ, അൺതാങ്ക്ഫുൾ ഹാർട്ടാണ് നമുക്കുള്ളതെങ്കിൽ, ദൈവം നമ്മെ അധപ്പതനത്തിലേക്ക് മനസ്സിൽ തന്നെ അധപ്പതിച്ചു പോകുവാൻ വിട്ടുകളയും എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ആകയാൽ നമുക്ക് ഈ കാര്യത്തിൽ ഉണരുകയും ദൈവത്തോടും മനുഷ്യരോടും നന്ദിയുള്ള ഹൃദയം നിലനിർത്തുകയും ചെയ്യാം, അതിന് ഉത്സാഹിക്കാം. അന്ത്യനാളുകളെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് എഴുതുമ്പോൾ 2 തിമോത്തിയോസ് 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ നോക്കുക. 2 Timothy chapter 3 verses 1 and 2. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്ന് അറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും, പിന്നെ 21 കാര്യങ്ങളുള്ള ലിസ്റ്റ് നീണ്ടുപോവുകയാണ്. അന്ത്യകാലത്ത് മനുഷ്യർ കുറഞ്ഞപക്ഷം 21 തരത്തിലുള്ള ദോഷങ്ങളിൽ പെട്ടുപോകും. ഈ കാലങ്ങളിൽ നമ്മുടെ ചുറ്റും നോക്കിയാൽ നിങ്ങൾ പിന്നീട് അത് മുഴുവൻ വായിച്ച് നോക്കണം. 4-5 വാക്യങ്ങളിൽ അതിൻ്റെ ബാക്കി ലിസ്റ്റുണ്ട്. എന്നാൽ ഇവിടെ നമുക്ക് പ്രസക്തമായ കാര്യം, അന്ത്യനാളുകളിൽ ജനങ്ങൾ നന്ദി കെട്ടവർ ആയിരിക്കും. ദേ വിൽ ബി അൺതാങ്ക്ഫുൾ. നാം ഈ കൂട്ടത്തിൽ പെടുന്നവരാണോ? നാം വാസ്തവത്തിൽ അന്ത്യനാളുകളിൽ അല്ലേ ജീവിക്കുന്നത്? ആകയാൽ നമുക്ക് ഉണരാം, കർത്താവിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ തിരിക്കാം. ദൈവവചനം നന്ദിയില്ലായ്മയെ സ്വയകേന്ദ്രീകൃതമായ ഒരു ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. നന്ദിയില്ലാത്ത ഹൃദയം എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ സ്വയകേന്ദ്രീകൃതമായി ജീവിക്കുന്നവരാണ്. ഞങ്ങളാണ് എല്ലാം, ഞങ്ങൾക്കെല്ലാം കഴിയും, ഞങ്ങൾ സെൽഫ് സഫീഷ്യൻ്റ് ആണ്, ഞങ്ങൾ സ്വയം പര്യാപ്തതയുള്ളവരും ഞങ്ങളുടെ കാര്യം നോക്കുന്നവരുമാണ്, ഞങ്ങൾക്കാരുടെയും സഹായമൊന്നും ഇനി വേണ്ട, മുൻകാലത്ത് കിട്ടിയതൊക്കെ അവർ മറന്നുകളയും, ഇനി ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കും, ഞങ്ങൾക്ക് കഴിവുണ്ട് എന്ന് പറഞ്ഞ് സ്വയത്തിൽ കേന്ദ്രീകൃതമായ ഒരു ചിന്താഗതി ഉള്ളവരാണ് നന്ദിയില്ലാത്ത ജീവിതമുള്ളവർ എന്ന് പറയാൻ സാധിക്കും. അതുമാത്രമല്ല, അവർ ഈ നന്ദിയില്ലായ്മയിൽ തുടരുമ്പോൾ വിഗ്രഹാരാധന, ധിക്കാരം, ധാർഷ്ട്യം തുടങ്ങിയ പാപങ്ങളിലേക്ക് അവർ ക്രമേണ വഴുതി പോകുന്നതും കാണാൻ സാധിക്കും. ആരോടും അവർക്ക് കണക്കൊന്നും കൊടുക്കണ്ട, എൻ്റെ കാര്യം ഞാൻ നോക്കാം, എനിക്ക് ആരോടും പ്രതിബദ്ധതയൊന്നുമില്ല, ആരോടും നന്ദി പറയേണ്ട ആവശ്യവുമില്ല എന്നുള്ള ഒരു മനോഭാവമാണ്. ആ ഒരു മനോഭാവം പ്രിയപ്പെട്ടവരെ നാം നമ്മിൽ ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. നാം കടപ്പെട്ടവരാണ്. നമുക്ക് നമ്മുടെ കാര്യമെല്ലാം നോക്കുവാൻ കഴിയുകയില്ല. ദൈവത്തിൻ്റെ സഹായം വേണം, നമ്മുടെ സഭയിലുള്ള സഹോദരങ്ങളുടെ സഹായം വേണം, അന്യോന്യമുള്ള പ്രാർത്ഥനയും മറ്റ് സഹായങ്ങളും ചിലപ്പോൾ മറ്റ് പല രീതിയിൽ, ഒരുപക്ഷെ സാമ്പത്തികമായിട്ടോ ആരോഗ്യപരമായിട്ടോ ഒക്കെ നമ്മെ സഹായിക്കുവാൻ മറ്റുള്ളവർ വേണ്ടി വരും എന്ന് നാം തിരിച്ചറിയണം. ഒടുവിലായി പറഞ്ഞാൽ 2-3 കാര്യങ്ങൾ കൂടെ പറയാം. നന്ദിയില്ലാത്ത ഹൃദയം മനുഷ്യരെ ആത്മീയമായിട്ടുള്ള ഒരു ഇൻസെൻസിറ്റിവിറ്റിയിലേക്ക്, സംവേദനക്ഷമതയില്ലാത്ത ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരും. ദേ ആർ നോട്ട് സെൻസിറ്റീവ്. ദൈവിക കാര്യങ്ങളിലും മനുഷ്യരെ സംബന്ധിച്ചൊന്നും അവർ സെൻസിറ്റീവ് അല്ലാതെ വരും. അവരുടെ ഹൃദയം കഠിനപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ദൈവമായിട്ടുള്ള കൂട്ടായ്മ കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട്. ഒടുവിലായി ദൈവത്തിൻ്റെ ന്യായവിധിയുടെ മുമ്പിലും അവർ നിൽക്കേണ്ടി വരും. ഞാനീ പറയുന്നതൊക്കെ അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും ഞാൻ പറയുന്നില്ല, ചുരുക്കമായിട്ട് പറയുകയാണ്. നന്ദിയില്ലാത്ത ഒരു ഹൃദയം അത് വളരെ ദോഷകരമാണ്. അത് നമ്മുടെ ആത്മീയ ജീവിതത്തെ തകർത്ത് കളയുവാനും കൂടെ പര്യാപ്തമാണ് എന്ന് ഓർത്തുകൊള്ളുക. ചില ദൃഷ്ടാന്തങ്ങൾ നമുക്ക് ചിന്തിക്കാം. നാം മുമ്പ് പറഞ്ഞ 9 കുഷ്ഠരോഗികൾ, അവരും സൗഖ്യമായി, യേശുവിൽ നിന്ന് അനുഗ്രഹവും സൗഖ്യവും പ്രാപിച്ചു. പക്ഷേ അവർ നന്ദിയില്ലാത്തവരായി തങ്ങളുടെ വഴിക്ക് പോയി. കിട്ടിയ നന്മയും അവർ സ്വന്തമാക്കി അവരുടെ വഴിക്ക് പോയി. ദേ വർ അൺതാങ്ക്ഫുൾ. നന്ദിയില്ലാത്തവർ ആയിരുന്നു. അത് ലൂക്കോസ് 17-ാം അധ്യായത്തിൽ ഈ 9 പേരെക്കുറിച്ച് വായിക്കാം. അവർ യഹൂദന്മാരായിരുന്നു, മതഭക്തന്മാരായിരുന്നു. പക്ഷേ മതഭക്തനല്ലാത്ത, ദൈവവും ദേവനും ഒന്നും ഇല്ലാത്ത ഈ ശമരിയാക്കാരൻ, അവൻ നന്ദിയുള്ളവനായി യേശുവിൻ്റെ അടുത്ത് വന്ന് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി അവന് നന്ദി പറഞ്ഞു. യേശുവേ, എൻ്റെ കുഷ്ഠമൊക്കെ മാറ്റി എനിക്ക് സമൂഹത്തിൽ 4 പേരുടെ മുമ്പിൽ നിൽക്കുവാൻ എന്നെ പ്രാപ്തനാക്കി, വളരെ നന്ദി, ഞാൻ എന്നും അങ്ങയോട് കടപ്പെട്ടിരിക്കുമെന്ന് പറഞ്ഞ് അവിടുത്തെ മുമ്പിൽ മുട്ടുകുത്തി അവന് നന്ദി പറഞ്ഞു. ഹി വാസ് എ താങ്ക്ഫുൾ പേഴ്സൺ.
മറ്റ് 9 പേര് നന്ദിയില്ലാത്തവരായിരുന്നു. നാം ഏത് ഗണത്തിൽപ്പെടുന്നവരാണ്? ഇസ്രായേലിനെ കുറിച്ച് ചിന്തിക്കുക. അതും ഒരു ദൃഷ്ടാന്തമാണ്. ഇസ്രായേൽ ജനങ്ങൾ 6 ലക്ഷം യോദ്ധാക്കളും മറ്റ് സ്ത്രീകളും കുട്ടികളും എല്ലാം ഉൾപ്പെടെ ഏതാണ്ട് 20 ലക്ഷം ആളുകൾ ഈ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു. മോശ എന്ന ദൈവദാസന്റെ നേതൃത്വത്തിൽ മുമ്പോട്ട് പോയി. അത്ഭുതങ്ങളും അടയാളങ്ങളും ദിനംപ്രതി ദൈവത്തിൻ്റെ പ്രൊവിഷൻസും അനുഗ്രഹങ്ങളും അവർ പ്രാപിച്ചുകൊണ്ട് മുമ്പോട്ട് പോയി. എങ്കിലും നാം അവരെക്കുറിച്ച് കാണുന്നത് വളരെ വേഗം അവർ ദൈവത്തിൻ്റെ നന്മകളെയും അനുഗ്രഹങ്ങളെയും മറന്നിട്ട് പരാതിക്കാരും പിറുപിറുപ്പുകാരുമായി മാറുന്നു. അവർ ഗ്രംബിൾ ചെയ്യുന്നു, അപരാധി പറയുന്നു. അവർ ദൈവത്തെ മറന്നു കളയുന്നു. ദൈവത്തോട് നന്ദിയില്ലാത്തവരായി ദൈവദാസനോട് മോശമായി സംസാരിക്കുന്നു. ഞങ്ങളെ കൊല്ലാനാണോ കൊണ്ടുവന്നത്? മിസ്രൈമിൽ മരിക്കാമായിരുന്നില്ല, ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്തിനാണ് എന്നൊക്കെ ചോദിക്കുന്ന ഭാഗമുണ്ട്. ദൈവമക്കളെ, സഹോദരങ്ങളെ, ഇസ്രായേൽ ജനങ്ങളെ പോലെ നന്ദിയില്ലാത്തവരായി നാം ആരും തീരരുത്. ലെറ്റ് us ബി താങ്ക്ഫുൾ ടു ഗാഡ് ഓൾ ത്രൂ അവർ ലൈഫ്സ്. മൂന്നാമത്തെ ഒരു ദൃഷ്ടാന്തം നാബാലിൻ്റെ കാര്യമാണ്. അത് 1 ശമൂവേൽ 25-ാം അധ്യായത്തിൽ അബിഗയിലിനെ കുറിച്ചുള്ള ഭാഗത്ത് അബിഗയിലിൻ്റെ ഭർത്താവായ നാബാൽ, അയാളൊരു യഹൂദനായിരുന്നു, വലിയ സമ്പന്നനും സ്വത്തുകാരനുമായിരുന്നു. ഈ നാബാലിൻ്റെ ആട്ടിൻകൂട്ടങ്ങളൊക്കെയും മേയ്ക്കുവാനായിട്ട് ഇടയന്മാർ കൊണ്ടുപോകുമ്പോൾ ദാവീദും സംഘവും ആ പർവ്വത പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. ദാവീദിൻ്റെ കൂട്ടത്തിൽപ്പെട്ട എല്ലാവരും ഈ നാബാലിൻ്റെ ആടുകളെയൊക്കെ സംരക്ഷിക്കുകയും സഹായിക്കുകയും അവർക്കൊരു മതിൽ പോലെ, കോട്ട പോലെ ആയിരുന്നു എന്നാണ് പിന്നീട് ഇടയന്മാർ പറയുന്നത്. എങ്കിലും നാബാൽ ഒട്ടും നന്ദിയില്ലാത്തവനായിരുന്നു. ദാവീദ് ഭക്ഷണത്തിന് വേണ്ടി ആളയച്ചപ്പോൾ വളരെ മോശമായി ദാവീദിനോട് സംസാരിക്കുന്നു. യജമാന്മാരെ ഉപേക്ഷിച്ച് കളയുന്ന കുറേ ആളുകളുണ്ട്, ഈ ദാവീദ് ആരാണ് എന്നൊക്കെ പറഞ്ഞ് നിന്ദിച്ചുകൊണ്ട് നന്ദിയില്ലാതെ സംസാരിക്കുന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ജോലിക്കാരൊക്കെ പറയുന്നു അയാളൊരു ദുഷ്കർമ്മിയാണ്, അവനോട് ആർക്കും മിണ്ടിക്കൂടാ, വല്ലാത്ത സ്വഭാവക്കാരനാണ്. ദൈവമക്കളെ, ഇത് കാര്യം ശ്രദ്ധിക്കണമേ. നാം നന്ദിയില്ലാത്തവരായി തുടർന്നാൽ നമ്മുടെ ഹൃദയം കടുത്തുപോകും, മറ്റുള്ളവരോട് കാഠിന്യം പ്രവർത്തിക്കും. അതോടുകൂടെ തന്നെ യോവാശ് എന്ന യഹൂദ രാജാവ് വളരെ കഷ്ടിച്ച് രക്ഷപ്പെട്ട്, മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് 7-ാം വയസ്സിൽ യഹോയാദാ പുരോഹിതൻ്റെ സഹായത്തോടും സപ്പോർട്ടോടും കൂടെ രാജാവായി തീർന്ന ഈ ചെറുപ്പക്കാരൻ, ഈ രാജാവ്, എന്നാൽ നാം 2 ദിനവൃത്താന്തങ്ങൾ 24-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ യഹോയാദാ പുരോഹിതൻ മരിച്ചു. അതിനുശേഷം ഈ യോവാശ് രാജാവിൻ്റെ നിറം മാറി, അവൻ ക്രൂരനായി മാറി. യഹോയാദാ തനിക്കൊരു ജീവിതം നൽകിയ ഈ മനുഷ്യൻ്റെ മകനെ കൊന്നുകളയുവാൻ ഓർഡർ ഇറക്കിയ ആ ഒരു നന്ദിയില്ലാത്ത വ്യക്തിയായിരുന്നു യോവാശ് രാജാവ് എന്ന് കാണുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കിതിൽ നിന്നൊക്കെയും പാഠങ്ങൾ പഠിക്കുവാനുണ്ട്. അഹങ്കാരവും നിഗളവും, സ്വയം ഭരിക്കുന്ന, ഞാനാണ് എൻ്റെ കാര്യം നോക്കുന്ന അവൻ, എൻ്റെ കാര്യം ഞാൻ നോക്കുമെന്ന് പറയുന്ന, സ്വയത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന അഹങ്കാരികളായ ആളുകൾക്ക് ഒരിക്കലും നന്ദിയുള്ളവരായിരിക്കുവാൻ സാധ്യമല്ല എന്നാണ് നാം കാണുന്നത്. അവർക്ക് ഒരു സെൽഫ് സുപ്രീമസിയും സെൽഫ് സഫിഷ്യൻസിയും ഉണ്ട്. ഞാനാണ് വലിയവൻ, എനിക്കെല്ലാം കഴിയും, എന്നെ കൊണ്ടെല്ലാം ചെയ്യാൻ പറ്റും, എനിക്ക് ആരുടെയും സഹായം വേണ്ട. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നന്ദിയുള്ള ഹൃദയത്തിൻ്റെ ആവശ്യമേ ഇല്ല. ആരോടും നന്ദി പറയാനൊന്നുമില്ല, ഞാനാണ് എൻ്റെ കാര്യം നോക്കുന്നത്. അങ്ങനെയുള്ള മനുഷ്യരുടെ ഹൃദയത്തിൽ ആർക്കും നന്ദി പറയാനായിട്ട് ആരുമില്ല. അവർക്ക് നന്ദി പറയേണ്ട ആവശ്യം പോലും അവർക്ക് തോന്നുന്നില്ല. പ്രിയപ്പെട്ടവരെ, നാം ഇങ്ങനെയാണോ? ദൈവം നമുക്ക് നൽകിയ നന്മകളെ നാം മറന്നു പോകുന്നവരാണോ? ദൈവം നൽകിയ നന്മകൾ, ജീവൻ, കുടുംബം, മറ്റ് സൗകര്യങ്ങൾ, ജീവിതമാർഗങ്ങൾ, ഇതൊക്കെ നാം നേടിയെടുത്തതല്ലല്ലോ. 1 കൊരിന്ത്യർ 4-ാം അധ്യായം 7-ാം വാക്യം നോക്കുക. 1 Corinthians 4:7. നിന്നെ വിശേഷിപ്പിക്കുന്നത് ആര്? ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളൂ? ലഭിച്ചതെങ്കിലോ ലഭിച്ചതല്ല എന്ന പോലെ പ്രശംസിക്കുന്നത് എന്ത്? ദൈവത്തിൽ നിന്ന് ലഭിച്ച നന്മകളെക്കുറിച്ച് ഇതെല്ലാം എൻ്റെ നേട്ടമാണെന്ന് വിചാരിച്ച് പ്രശംസിക്കുമ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും നന്ദിയുള്ള ഹൃദയം നിലനിർത്തുവാൻ കഴിയുകയില്ല എന്നുള്ളതാണ് സത്യം. ഇന്ന് സന്ധ്യാസമയത്ത് പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കാം. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. അത് വലിയ പ്രയാസമുള്ള കാര്യമല്ല. നമുക്കൊക്കെ അത് നന്ദിയുള്ള ഒരു മനസ്സുണ്ട്. എന്നാൽ അത് മാത്രം പോരാ, ചുറ്റുമുള്ള മനുഷ്യരോടും ഈ കാലങ്ങളിൽ നന്ദിയുള്ളവരായിരിക്കണം. വിശേഷാൽ നമ്മുടെ മാതാപിതാക്കൾ, നമുക്ക് ജീവൻ നൽകിയ, നമ്മെ വളർത്തിക്കൊണ്ടുവന്ന, വളരെ ത്യാഗം സഹിച്ച്
നിസ്വാർത്ഥമായി നമ്മെ സ്നേഹിച്ച് വളർത്തിക്കൊണ്ടുവന്ന മാതാപിതാക്കൾ, അവർ വയസ്സാകുമ്പോൾ, വാർദ്ധക്യമാകുമ്പോൾ നാം അവരെ ഒരിക്കലും ഉപേക്ഷിക്കരുത്. അവരോട് നന്ദിയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ആവശ്യമാണ്. നിങ്ങളുടെ ജീവിത പങ്കാളി, ഭാര്യയോ ഭർത്താവോ, അവരോടും നന്ദിയുള്ള ഒരു ഹൃദയം നിലനിർത്തണം. നിങ്ങളുടെ ഇൻലോസ്, നിങ്ങളുടെ ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ മാതാപിതാക്കൾ, അവരും നിങ്ങളുടെ മാതാപിതാക്കളാണ്. അവരോട് നിങ്ങൾ നന്ദി കാണിക്കണം. നിങ്ങളുടെ ആത്മീയ നേതാക്കന്മാർ, നിങ്ങളെ നടത്തുന്നവർ, നിങ്ങളുടെ ചുറ്റുമുള്ള മനുഷ്യർ, അയൽക്കാർ, നിങ്ങളുടെ ബന്ധുക്കൾ, ഇവരാരും പൂർണ്ണതയുള്ളവരല്ല, ഇവരാരും തികഞ്ഞവരല്ല. ഇവർക്കൊക്കെയും കുറവുകളുണ്ട്. പലപ്പോഴും ആളുകളുടെ കുറവുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നാം അവരോട് ഒരു വിരോധമുള്ള മനസ്സ് വയ്ക്കുന്നത്. എനിക്ക് ഇന്നാരെ സ്നേഹിക്കാനൊക്കത്തില്ല, അവർ ഇന്ന കുറവുള്ളവരാണ്. എന്നാൽ നമ്മുടെ ചുറ്റുമുള്ള ഈ ആളുകളൊന്നും കുറവില്ലാത്തവരല്ല. അവരൊക്കെ മുൻകാലങ്ങളിൽ നമ്മളെ പലതും നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു, നല്ല ജീവിത പ്രമാണങ്ങൾ പഠിപ്പിച്ചു, നമ്മെ പല സാഹചര്യങ്ങളിലും സഹായിച്ചു, അനേക രീതിയിൽ നമ്മെ സഹായിച്ചിട്ടുണ്ട്, നമുക്ക് നല്ല വഴി പറഞ്ഞു തന്നിട്ടുണ്ട്, നമ്മുടെ കുടുംബത്തിന് സഹായം നൽകിയിട്ടുണ്ട്. ഇവരാരും പൂർണ്ണതയുള്ളവരല്ല. എങ്കിലും അവരിൽ നിന്ന് ലഭിച്ച നന്മകളെ ഓർത്ത് അവരോട് നന്ദിയുള്ളവരായിരിക്കാം. ഇന്ന് രാത്രി നമുക്കത് ആരംഭിക്കാമോ? ദൈവത്തിനും ചുറ്റുമുള്ള മനുഷ്യർക്കും അവരെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന, അവരെ വിലമതിക്കുന്ന, അവരോട് നന്ദിയുള്ളൊരു ഹൃദയം നമുക്ക് നിലനിർത്തേണ്ടത് ആവശ്യമാണ്. താഴ്മയോടെ, ദൈവമേ, എനിക്കിങ്ങനെയുള്ളൊരു ഹൃദയം നൽകണമേ. നന്ദിയില്ലാത്ത കഠിന ഹൃദയം മാറ്റിക്കളഞ്ഞിട്ട് സകല മനുഷ്യരോടും, ദൈവമേ, അങ്ങയോടും നന്ദിയുള്ള ഹൃദയം എനിക്ക് നൽകണമേ എന്ന് ഇന്ന് പ്രാർത്ഥിക്കാമോ? ദൈവം നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ.